ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ഓഗസ്റ്റ് മാസം 25-ാം തീയതി ഞായറാഴ്ച ദിവസം 1200-ാം ആണ്ട് ചിങ്ങമാസം 9-ാം തീയതി, ഇന്ത്യൻ തീയതി ഭാദ്രപദ മാസം 3-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:18 അസ്തമയം വൈകുന്നേരം 6:31 നാളത്തെ തിഥി സപ്തമി തിഥിയാണ്. നാളത്തെ ഉദയാൽപരം നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രം ആരംഭിക്കുന്ന സമയം ശനിയാഴ്ച സന്ധ്യയ്ക്ക് 6:08 അവസാനിക്കുന്ന സമയം ഞായറാഴ്ച വൈകുന്നേരം 4:47 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ഭരണി നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഭരണി നക്ഷത്രം മേടക്കൂറിൽപ്പെട്ട മനുഷ്യഗണത്തിൽപ്പെട്ട വൃഷ നക്ഷത്രമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനിയും ഭരണി നക്ഷത്രപ്രകാരം ഞായറാഴ്ച ദിവസം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അശ്വതി, ഉത്രട്ടാതി, ചതയം, മകം, പൂരം, പൂരാടം, ഉത്രാടം ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ ഞായറാഴ്ച ദിവസം അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണെന്ന് ജ്യോതിഷം പറയുന്നു. അപ്പോൾ ഞായറാഴ്ച ദിവസം ഭരണി നക്ഷത്രപ്രകാരം അശ്വതി, ഉത്രട്ടാതി, ചതയം, മകം, പൂരം, പൂരാടം, ഉത്രാടം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന ദിവസമാണെന്ന് ജ്യോതിഷം പറയുന്നു. പ്രിയപ്പെട്ടവർ അത് മനസ്സിലാക്കുക. ഇനിയും ഭരണി നക്ഷത്രപ്രകാരം ഞായറാഴ്ച ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ, അതായത് ശനിയാഴ്ച സന്ധ്യാസമയം 6:08 മുതൽ ഞായറാഴ്ച വൈകുന്നേരം 4:47 വരെയുള്ള ഭരണി നക്ഷത്ര സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളത് അത്തം, അവിട്ടം, രേവതി, പൂരുട്ടാതി എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഏതൊക്കെ നാളുകാരാണ്? അത്തം, അവിട്ടം, രേവതി, പൂരുട്ടാതി എന്നീ നാളുകാരുടെ ജീവിതത്തിൽ. അത്തം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ ശനിയാഴ്ച വൈകുന്നേരം 6:08 മുതൽ ഞായറാഴ്ച വൈകുന്നേരം 4:47 വരെയുള്ള സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട്, സൂക്ഷിക്കണം എന്ന് ജ്യോതിഷം പറയുന്നു. അപ്പോൾ ഈ നാളുകാർ ശ്രദ്ധിക്കണം. അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ അവർക്കൊരു ശ്രദ്ധ ഉണ്ടാകണം. പ്രതികൂലമായ അനുഭവങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി ആ ഒരു ചിന്തയോടുകൂടി വേണം ഓരോ കാര്യങ്ങളും ഇടപെടുവാൻ. ഒരു മനുഷ്യ ജീവിതത്തിൽ എല്ലാ ദിവസവും പ്രതികൂലമായ അനുഭവങ്ങൾ വന്നാൽ എന്താണ് അനുഭവം എന്നാലോചിച്ച് നോക്കി. എല്ലാ ദിവസവും തൊടുന്നതും ഇടപെടുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം പ്രതികൂലമായാൽ അവരുടെ മാനസിക സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. അവർക്ക് അവരോട് തന്നെ ഇഷ്ടക്കേട് തോന്നും, ദേഷ്യം തോന്നും, അല്ലേ? അപ്പോൾ അങ്ങനെ അങ്ങ് ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞു തരുന്നത് ജ്യോതിഷം പറയുന്നത്. പ്രതികൂലമായ അനുഭവങ്ങൾ ഇന്ന ആൾക്കാർക്ക് ഇന്ന ദിവസങ്ങളിലൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് ജ്യോതിഷം എന്നും ഇതൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുക. പ്രവർത്തന മേഖലകളിൽ ശ്രദ്ധ വേണം. എത്ര അടുപ്പമുള്ള സുഹൃത്തുക്കളായാൽ പോലും, ആത്മാർത്ഥമായി സഹകരിക്കുന്നവരാണെങ്കിൽ പോലും ഒരു ശ്രദ്ധയോടുകൂടി വേണം അവരുമായി ഇടപെടുവാൻ ഈ ദിവസങ്ങളിൽ, പ്രതികൂലമായ ദിവസങ്ങളിൽ എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്ന കാര്യം. കാരണം ഇങ്ങനെ ചിന്തയില്ലാതെ, വീണ്ടും വിചാരമില്ലാതെ ഓരോ കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ ആത്മാർത്ഥ സുഹൃത്തുക്കൾ പോലും ശത്രുക്കളാവും. ലോകത്ത് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ജ്യോതിഷം ഓർപ്പിക്കുന്നത് പ്രതികൂലമായ ദിവസങ്ങളിൽ വളരെ ശ്രദ്ധ വേണം. അത് പ്രത്യേകിച്ച് ധനവിഷയങ്ങളിൽ അല്ലെങ്കിൽ ശത്രുത വന്നു ചേരുമെന്നുള്ള ഒരു കാര്യത്തിൽ അവിടുന്ന് ന്യൂട്രൽ മുങ്ങുക, അവിടുന്ന് പിടികൊടുക്കാതെ രക്ഷപ്പെടുക. അതൊക്കെയാണ് ജ്യോതിഷം പറയുന്ന കാര്യം. പ്രശ്നത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെ തുടർന്ന് ധനനഷ്ടം, മാനനഷ്ടം, മാനഹാനി, കുടുംബത്തിന് പ്രശ്നങ്ങൾ, ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ, അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ പിന്നെ വന്നുകൊണ്ടേയിരിക്കും. പ്രശ്നങ്ങളുടെ ഘോഷയാത്ര തന്നെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ജ്യോതിഷം മുന്നറിയിപ്പായിട്ട് പറഞ്ഞിരുന്നത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്, സൂക്ഷിക്കണം. ഇനി അനുകൂലം ഫലം പറഞ്ഞിട്ട് അനുകൂലം വന്നില്ലെങ്കിൽ നമുക്കൊന്നും പ്രശ്നമില്ല. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് പണി കിട്ടുന്നൊരു ദിവസമായിരിക്കും. അതുകൊണ്ടാണ് ജ്യോതിഷം പ്രത്യേകിച്ച് പറഞ്ഞു തരുന്നത്. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന വിഷയം, നാളെ ഞായറാഴ്ച ദിവസമാണ്. ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ശുഭസമയം പറഞ്ഞുതരാം. ഞായറാഴ്ച ദിവസം രാവിലെ 6:18 മുതൽ 9:18 വരെ ശുഭസമയമാണ്. പിന്നീട് 10:48 മുതൽ ഉച്ചകഴിഞ്ഞ് 3:18 വരെ ശുഭസമയമാണ്. ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക എന്ന് ജ്യോതിഷം പറഞ്ഞു തരുന്നു. ശുഭസമയം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ശുഭസമയം ഓരോ ദിവസവും ശുഭസമയമുണ്ട്. അപ്പോൾ ആ ശുഭസമയം നോക്കി
കാര്യങ്ങളൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും. ഒന്നുമില്ലായ്മയിൽ ജീവിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ പോലും ഞാൻ ഈ ചാനലിൽ കൂടി എന്നും പറയുന്നുണ്ട്, ശുഭസമയം പറയുന്നുണ്ട്. ഈ ശുഭസമയം നോക്കി അവരുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ, ചെറുതാകട്ടെ വലുതാകട്ടെ, ഏതൊരു കാര്യവും ചെയ്ത് പോയാൽ അവരുടെ ജീവിതത്തിൽ വലിയൊരു നേട്ടമാണ്. 2, 3, 4, 5 വർഷം കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവർക്ക് നേട്ടങ്ങൾ തന്നെയായിരിക്കും. ഒന്നുമില്ലായ്മയുടെ അവസ്ഥയിൽ നിന്ന് എല്ലാം ഉള്ള ഒരവസ്ഥയിലേക്ക് അവർ മാറുകയാണ്. അങ്ങനെ അവരുടെ ജീവിതത്തെ അവർ തന്നെ മാറ്റിമറിക്കുകയാണ്. അത് വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കി വേണം പ്രിയപ്പെട്ടവർ ഇതിനെ കേൾക്കുവാൻ. ഇത് തള്ളിക്കളയൽ, നിസ്സാരമെന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ ഈ ശുഭസമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്താൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാവും. ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. നാളത്തെ തീയതി 25ആണ്. അതിനെ ഒറ്റസംഖ്യ ആക്കുമ്പോൾ 7 വരും. അപ്രകാരം ഏതൊരു മാസത്തെയും 7, 16, 25 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ഈ സംഖ്യകളൊക്കെ ഒറ്റസംഖ്യ ആക്കുമ്പോൾ 7ആണ് വരുന്നത്. അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. കൂടുതൽ ഉത്തമമായ മെച്ചപ്പെട്ട ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാനുള്ള സാധ്യതകളെക്കുറിച്ച് പറയുന്നുണ്ട്. പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ OZ എന്നീ അക്ഷരങ്ങളുള്ളവർക്കാണ് നല്ല ഫലങ്ങൾ വന്നു ചേരുക. അതുപോലെ തന്നെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ OZ എന്നീ അക്ഷരങ്ങളുള്ളവർ നാളത്തെ ദിവസം അവർ പച്ച, മഞ്ഞ, വെള്ള നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ അവരുടെ ജീവിതത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നു ചേരുമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു. ഇപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യവും പ്രിയപ്പെട്ടവരുമായിട്ട് ഈ വീഡിയോയിൽ കൂടി പങ്കുവയ്ക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമേ ഇങ്ങനെ നിത്യവും ഈ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ചെയ്യുകയുള്ളൂ എന്നാണ് വിചാരിക്കുന്നത്. എല്ലാവരും ഒരു വീഡിയോ ഇട്ട് 4-5 ദിവസം 5-6 ദിവസമൊക്കെ കഴിഞ്ഞാണ് അടുത്ത വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ തന്നെ അവർക്ക് നല്ല വ്യൂവേഴ്സൊക്കെ കാണും. അവരൊക്കെ നേരത്തെ മുതലേ ചാനൽ തുടങ്ങി ധാരാളം സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളവരാണ്. അപ്പോൾ ഞാനിപ്പോൾ 1 വർഷമേ ആയിട്ടുള്ളൂ. 1 വർഷം ആയിട്ടേ ഉള്ളൂ എനിക്ക് 10,000 സബ്സ്ക്രൈബേഴ്സ് ആകുന്നു. ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ആത്മാർത്ഥമായിട്ട് സഹകരിച്ചാൽ എനിക്ക് എത്രയും വേഗം 10,000 സബ്സ്ക്രൈബേഴ്സ് ആകും. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരൊക്കെ സബ്സ്ക്രൈബേഴ്സ് ആയാൽ 10,000 സബ്സ്ക്രൈബേഴ്സ് ആകും. അതിനുശേഷം ലൈവായിട്ട് വീഡിയോ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു. ആഗ്രഹം പോലെ എല്ലാം മഹാദേവൻ നടത്തി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മഹാദേവൻ്റെ അനുഗ്രഹം പ്രിയപ്പെട്ടവർക്ക് ഉണ്ടാകുമെന്നും ഞാൻ പ്രാർത്ഥനയോടുകൂടി പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കുന്നത് ഈ ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പർ സ്ക്രീനിലുണ്ട്. ആ സ്ക്രീനിൽ നിങ്ങളുടെ വിഷയങ്ങൾ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്മേലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. ഈ 26-ാം തീയതി, ഓഗസ്റ്റ് 26-ാം തീയതി കുജൻ എന്ന് പറയുന്ന ഗ്രഹം രാശി മാറുന്നു. അപ്പോൾ നമ്മുടെ കാലാവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുന്നു. ഓണത്തോടനുബന്ധിച്ചൊക്കെ മഴയാകാനാണ് സാധ്യത. കാരണം കുജൻ എന്ന് പറയുന്ന ഗ്രഹം ഒക്ടോബർ മാസം 20-ാം തീയതി വരെ മിഥുനൻ രാശിയിലുണ്ട്. അപ്പോൾ മിഥുനൻ രാശിയിലേക്ക് കുജൻ ചെന്ന് നിന്നാൽ ആ സമയത്ത് കറുത്തപക്ഷത്തിലെ ചന്ദ്രൻ ഈ കുജനുമായിട്ട് ചേരുന്ന സമയത്തൊക്കെ നല്ല മഴയ്ക്കുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ എന്തായാലും കാലാവസ്ഥയ്ക്കൊരു മാറ്റം പ്രതീക്ഷിക്കാമെന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് തന്നെ ഓർപ്പിക്കുകയാണ്. ഇനി നമുക്ക് ചിന്തിക്കേണ്ട വിഷയം നക്ഷത്രഫലമാണ്. നക്ഷത്രഫലം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ഞായറാഴ്ച ദിവസമാണ്, സൂര്യൻ്റെ ദിവസമാണ്. സൂര്യനാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. അപ്പോൾ ചന്ദ്രൻ മേടൻ രാശിയിൽ നിൽക്കുന്നു, സൂര്യൻ ചിങ്ങൻ രാശിയിൽ നിൽക്കുന്നു. അപ്പോൾ ഈ 2 ഗ്രഹങ്ങളാണ് നാളത്തെ ദിവസം പ്രധാനമായിട്ടും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. അപ്പോൾ ഇവിടെ ആർക്കാണ് ബലം, ആർക്കാണ് ബലം അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. അത് നമ്മുടെ സമൂഹത്തിലായാലും അങ്ങനെയല്ലേ, ആർക്കാണോ ബലം അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഗ്രഹങ്ങളിൽ ഈ സൂര്യനാണോ ചന്ദ്രനാണോ ബലം. അപ്പോൾ നാളത്തെ ദിവസം ബലമുള്ളത് സൂര്യനാണ്, സൂര്യൻ്റെ ദിവസമാണ്. അപ്പോൾ സൂര്യനാണ് ബലം. മാത്രമല്ല ഈ ചിങ്ങമാസത്തിലെ ആദ്യത്തെ 15 ദിവസം സൂര്യന് തന്നെയാണ് ബലം. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാം കൊണ്ടും ബലം അല്ലെങ്കിൽ നമുക്ക് നാളെ ഫലം നൽകുന്ന ഗ്രഹം സൂര്യനാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. അപ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ച് 5-ാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. 5-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ ഈ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് നല്ല ബുദ്ധിയൊക്കെ കൊടുക്കുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. ബുദ്ധിപരമായ വിജയം അവർക്കുണ്ടാകുന്നൊരു ദിവസമാണ്. പക്ഷെങ്കിൽ മറ്റു ചില കാര്യങ്ങളിൽ അവർക്ക് തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ ഇടയുണ്ടെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അപ്പം ബുദ്ധി കൊണ്ട് മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. ബുദ്ധി കൊണ്ട് മാത്രം
ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നാളത്തെ ദിവസം മറ്റു ചില കാര്യങ്ങൾ, അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അയാൾ കിടന്നുറങ്ങുന്ന വീട്ടിൽ അതിരാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഭാര്യയുടെയും മക്കളുടെയും മാതാപിതാക്കളുടെയും ഒക്കെ സ്നേഹവും സഹകരണവും വേണം. ആ തൊഴിൽപരമായിട്ടുള്ള നേട്ടം വേണം, കുടുംബസുഖം വേണം, ധനപരമായ നേട്ടം വേണം, ശാരീരികമായ സുഖവും സൗഖ്യവും വേണം. അങ്ങനെ പല പല കാര്യങ്ങൾ വിജയം കണ്ടാൽ മാത്രമേ ജീവിത വിജയം ഉണ്ടാവുള്ളൂ. അല്ലാതെ ബുദ്ധി മാത്രം വർക്ക് ചെയ്തുകൊണ്ട് കാര്യം ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ നാളത്തെ ദിവസം സൂര്യൻ ഈ നാളുകാർക്ക് ബുദ്ധിപരമായ വിജയം കൊടുക്കും, ബുദ്ധിപരമായ പ്രവർത്തന വിജയം കൊടുക്കും. എന്നിരുന്നാലും ധനത്തിൻ്റെ സ്ഥിതി മോശമാകുവാനിടയുണ്ട്. ബന്ധുക്കളുടെ സ്വാധീനം കാര്യമായി ഉണ്ടാകണമെന്നില്ല. സമയത്ത് ആഹാരം കഴിക്കാൻ പറ്റിയെന്ന് വരികയില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങൾ ആ കാര്യത്തിൽ ഉണ്ടാകും. അങ്ങനെ ആൺമക്കളാലുള്ള ദുഃഖകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ചിലർക്ക് വീട് വിട്ട് ഏതെങ്കിലും കാരണത്താൽ വീട് വിട്ട് മാറി താമസിക്കേണ്ട സാഹചര്യം വരും. ചിലർക്ക് ദേഷ്യം വരും, ചിലർ ക്രൂരകൃത്യങ്ങളിലാകപ്പെടും. അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും പ്രതികൂലമായ അനുഭവമാണ് വന്നു ചേരുക. പക്ഷെങ്കിൽ അവരുടെ ജന്മഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു. ചന്ദ്രൻ്റെ 2ാം ഭാവത്തിൽ ഈ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് ഇപ്രകാരമുള്ള പ്രതിസന്ധികളിൽ നിന്നൊക്കെ നാളത്തെ ദിവസം അവർക്ക് രക്ഷപ്പെടാൻ കഴിയും. അവർക്ക് ബദലായിട്ട് സൂര്യൻ കൊടുക്കുന്ന ഫലങ്ങൾക്ക് ബദലായിട്ട് ചന്ദ്രൻ അവിടെ ബലവാനായിട്ട് ഇവരെ നടത്തും എന്നുള്ള ഒരു വിശ്വാസമാണ് ജ്യോതിഷം തരുന്നത്. അതായത് സൂര്യൻ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഫലങ്ങൾ നൽകുന്നത്. അപ്പോൾ ആ ഫലം കൊണ്ട് നമുക്ക് നാളത്തെ ദിവസം നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ചന്ദ്രൻ അവിടെ നമുക്ക് രാജകീയമായ സുഖസൗകര്യങ്ങൾ തരും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. കാരണം ചന്ദ്രൻ നിൽക്കുന്നത് മേടൻ രാശിയിലാണ്. ചന്ദ്രൻ്റെ 2ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു. അപ്പം ചന്ദ്രൻ നിൽക്കുന്നതിൻ്റെ 2ാം ഭാവത്തിൽ, അല്ലെങ്കിൽ ചന്ദ്രൻ്റെ തൊട്ട് മുമ്പിൽ പഞ്ചഗ്രഹങ്ങളിൽപ്പെട്ട ശുഭഗ്രഹമായ വ്യാഴം നിൽക്കുന്നത് ഒരു രാജയോഗതുല്യമായ അനുഭവമാണ്. അപ്പോൾ ഇപ്രകാരം നാളത്തെ ദിവസം മേടക്കുറുകാർക്ക് രാജയോഗതുല്യമായ അനുഭവങ്ങൾ തന്നെയാണ് വന്നു ചേരുമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം സൂര്യൻ ഇവർക്ക് ബുദ്ധിയെ കൊടുക്കും, മറ്റുള്ള കാര്യങ്ങളൊന്നും കൊടുക്കത്തില്ല. അപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ തന്നില്ലെങ്കിൽ അവർക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ ആര് തരും? ചന്ദ്രൻ തരും. ചന്ദ്രൻ അവർക്ക് നാളത്തെ ദിവസം നല്ല അനുഭവങ്ങളെ കൊടുക്കും. അവർക്ക് കുടുംബസുഖം, ധനപരമായ നേട്ടം, ദാമ്പത്യ ജീവിത വിജയം, തൊഴിൽ ഗുണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചന്ദ്രൻ അവർക്ക് അനുകൂലമായി കൊടുക്കും എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. കാരണം നമ്മളെ ഈ പ്രകൃതിയിൽ ഒരാൾ നമ്മളെ കൈവിട്ടാലും മറ്റൊരാൾ നമ്മളെ സഹായിക്കാനുണ്ട്. ഒരു വാതിൽ അടഞ്ഞാലും മറ്റൊരു വാതിൽ തുറന്നു വരുമെന്ന് പറഞ്ഞതുപോലെ ഈ ജ്യോതിഷത്തിലും ഇങ്ങനെയാണ് ഇതിനെ വിഭാവനം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക. നാളത്തെ ദിവസം സൂര്യൻ്റെ ദിവസമാണ്. സൂര്യൻ ബുദ്ധിയെ മാത്രമേ തരികയുള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് പരാജയം വരാതിരിക്കാൻ വേണ്ടിയാണ് ചന്ദ്രനെ നമുക്കവിടെ സ്ട്രോങ് ആയിട്ട് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ചന്ദ്രനും അവിടെ ഇല്ല എങ്കിൽ നാളത്തെ ദിവസം ഈ നാളുകാരുടെ ജീവിതം പ്രതിസന്ധിയിൽ തീർച്ചയായിട്ടും ആകും. കാരണം ഇപ്പം വരും ദിവസങ്ങളിൽ ചന്ദ്രൻ ഈ മേടൻ രാശിയിൽ നിന്ന് മാറുകയാണ്. വരും ദിവസങ്ങളിൽ ചന്ദ്രൻ മേടൻ രാശിയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം ജന്മഭാവം 2, 3, 4, 5 വരെ കുഴപ്പമില്ല. 6ാം ഭാവത്തിലേക്ക് ചന്ദ്രൻ വന്നാൽ 6ാം ഭാവത്തിൽ ചന്ദ്രൻ വരുന്ന ദിവസവും ഈ സൂര്യൻ 5ൽ നിൽക്കുന്ന ദിവസവും നല്ലതല്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴാണ് പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്. അപ്പോൾ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇടവക്കൂറുകാരുടെ കാര്യം ചിന്തിക്കാം. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സൂര്യൻ 4ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 4ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളൊന്നും കാര്യമായി കൊടുക്കത്തില്ല. ചിലപ്പോൾ ലക്കിനൊന്ന് വന്നാൽ പോലും, ഇപ്പോൾ ഒരു വാഹനമോ ഭൂമിയോ വസ്തുവോ വീടോ എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ ഒരാൾ വന്ന് കാണും, വില പറയും, ഒരു നല്ല വിലയൊക്കെ പറയും. പക്ഷെങ്കിൽ അവിടെ അത് കച്ചവടം നടന്ന കാര്യം സാധിക്കണമെന്നില്ല, അവിടെ തടസ്സം ഉണ്ടാകുകയാണ്. അപ്പോൾ നാളെ ദിവസം ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ചന്ദ്രൻ അവർക്ക് 12ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ചന്ദ്രൻ 12ാം ഭാവത്തിൽ നിന്നാൽ അവർക്ക് അനുകൂലമല്ല. ചന്ദ്രൻ 12ൽ നിന്നാൽ നാളത്തെ ദിവസം അവർക്ക് അലസത ഉണ്ടാകും, കാര്യപ്രാപ്തിക്കുറവുണ്ടാകും, രോഗദുഃഖ ദുരിത പ്രയാസങ്ങൾ, മാതൃദുഃഖം, പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാം എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. പിന്നെ ഈ നാളുകാർക്ക് ദശാകാലത്തിൻ്റെതായ നേട്ടമുണ്ടെങ്കിൽ അവർ നാളത്തെ ദിവസം അപ്രകാരമുള്ള അനുഭവങ്ങളിൽ കൂടി ശോഭിക്കുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. സൂര്യൻ ഇവർക്ക് യാതൊരുവിധ ഗുണവും നാളത്തെ ദിവസം ചെയ്യുന്നതല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. കാരണം സൂര്യൻ ഇവരുടെ തൊഴിൽ ഭാവത്തിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത്.
തൊഴിൽ ഭാവത്തിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത്. തൊഴിലിൻ്റെ കാരകഗ്രഹമായ സൂര്യൻ തൊഴിൽ ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അവിടെ നിൽക്കുന്ന ശനിയുമായിട്ട് ശത്രുത ഉണ്ടാകുന്നു. അപ്പോൾ ഈ നാളുകാരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള ശത്രുതകളൊക്കെ നാളത്തെ ദിവസം ഉണ്ടാകുവാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അപ്പോൾ തൊഴിൽ മേഖലയിലൊക്കെ പോകുന്നവർ വളരെ ശ്രദ്ധിക്കണം. നാളെ ഞായറാഴ്ച ദിവസമാണെങ്കിലും തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, വളരെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറഞ്ഞു തരുവാനുള്ള കാര്യം. ഇനി മിഥുനക്കൂറിൽപ്പെട്ട മകരം, രണ്ടുവാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളെയും രാജയോഗ തുല്യമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉള്ള ഒരു ദിവസമാണ്. നാളെ അവരുടെ 3-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു. 3-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ പിതാവ് മുഖേനയുള്ള ഒരുപാട് നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ കൊടുക്കുന്നു. തൊഴിൽ മേഖലയിൽ, തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ അല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ തൊഴിൽ നൽകുന്ന അല്ലെങ്കിൽ തൊഴിൽ സ്ഥാപനത്തിൻ്റെ അധികാരികളുമായിട്ടുള്ള നല്ലൊരു ബന്ധം അവർക്ക് സൃഷ്ടിക്കാൻ കഴിയും. അവർ മുഖേനയുള്ള നല്ല നല്ല അനുഭവങ്ങൾ അവർക്ക് ലഭിക്കും. പിതാവ് മുഖേനയുള്ള അനുഭവങ്ങൾ ലഭിക്കും. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള അനുഭവങ്ങൾ ലഭിക്കും. അതുപോലെ തന്നെ പ്രവർത്തന മേഖലകളിൽ വിജയം കണ്ടെത്താൻ കഴിയും. കുടുംബസുഖവും ധനപരമായ നേട്ടം, അങ്ങനെ എല്ലാം കൊണ്ട് നാളെയും ഈ നാളുകാരെ സംബന്ധിച്ച് രാജയോഗ തുല്യമായ അനുഭവം തന്നെ ഇവർക്കും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം, രണ്ടുവാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാർക്ക് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. ഇനിയും കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം കാല് പൂയമായില്ലെന്ന ആളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ 2-ാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. കുടുംബത്തിൽ പിതാവ് മുഖേന ധനം വന്നു ചേരും, അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ നിന്ന് ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ഗവൺമെൻറ്റിൽ നിന്നോ ഭരണാധികാരികളിൽ നിന്നോ അങ്ങനെയുള്ളവരിൽ നിന്നൊക്കെ ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം. പക്ഷേങ്കിൽ അതെല്ലാം ഒരു പ്രശ്നത്തിൽ അവസാനിക്കുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. ഇതൊന്നും ഒരു സ്ഥിരമായ സന്തോഷവും സമാധാനവും തരുന്നൊരു കാര്യമല്ല. ശത്രുതയിലേ അതൊക്കെ അവസാനിക്കുകയുള്ളൂ എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇവർക്ക് നാളത്തെ ദിവസം ആശ്വസിക്കാനായിട്ടുള്ള വക, ഈ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചോളം ആശ്വസിക്കാനുള്ള വക അവർക്ക് അവരുടെ തൊഴിൽ മേഖല അവർക്ക് അഭിവൃദ്ധി കൊടുക്കുന്നൊരു ദിവസമാണെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ തൊഴിൽ മേഖലയിൽ കൂടിയുള്ള അഭിവൃദ്ധി നാളത്തെ ദിവസം ഇവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ കൊടുക്കുമെങ്കിലും ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ള കാര്യം അത് നിലനിൽക്കുന്നൊരു കാര്യമാണ്. എങ്കിലും അതുപോലെ തന്നെ പോകും. ശാരീരികവും മാനസികവുമായ സ്ഥിതി ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമായിരിക്കും. മാതൃഗുണം ലഭിക്കും. പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങൾ ഉണ്ടാകും. ഇനി കുടുംബനാഥനാണ് എങ്കിൽ, ഈ കർക്കിടകക്കൂറിൽപ്പെട്ട ആൾ ഗൃഹനാഥനാണെങ്കിൽ ഒരു കാര്യത്തിലും താല്പര്യമില്ലാത്തൊരു സാഹചര്യത്തിൽ കൂടി ആയിരിക്കും ആ വ്യക്തി കടന്നു പോവുക. അത്യാവശ്യം ജോലി മാത്രം ചെയ്യും. ജോലി കാര്യങ്ങളിൽ ഉഷാറായി നിൽക്കും. കാരണം അവരുടെ 10-ാം ഭാവത്തിൽ നല്ല ഒരു അനുഭവത്തെ കൊടുക്കുന്ന ഒരു സമയമായതുകൊണ്ട് ജോലി കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കും. ബാക്കിയുള്ള ഒരു കാര്യത്തിലും താല്പര്യമില്ലാത്തൊരവസ്ഥയിൽ കൂടിയായിരിക്കും കടന്നു പോകുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അവരുടെ സമയം വളരെ മോശമാകുകയാണ്. ഇനിയിപ്പോൾ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വ 26-ാം തീയതി 12-ാം ഭാവത്തിലേക്ക് മാറുന്നു. 12-ാം ഭാവത്തിലേക്ക് ചൊവ്വ വന്നു കഴിഞ്ഞാൽ പ്രതിസന്ധികൾ വർദ്ധിക്കുകയാണ്. കർക്കിടകക്കൂറുകാർക്ക് പിന്നെ ഒരു ഒക്ടോബർ മാസം 20-ാം തീയതി വരെ 2 വിധത്തിലുള്ള പ്രതിസന്ധി. ഒന്ന് ദാമ്പത്യ ജീവിത പ്രശ്നം, ഒന്ന് തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധി. ഈ 2 പ്രശ്നങ്ങൾ അവരെ വേട്ടയാടാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം പ്രാർത്ഥിക്കണം. മഹാദേവൻ്റെ സന്നിധിയിൽ അല്ലെങ്കിൽ അവരവരുടെ വിശ്വാസപ്രകാരമുള്ള പ്രാർത്ഥനകളും അപേക്ഷകളും ഒക്കെ നടത്തി വേണം ജീവിക്കാൻ. ദിവസവും പ്രാർത്ഥിക്കണം, എപ്പോഴും പ്രാർത്ഥിക്കണം. പ്രതിസന്ധിയിൽ അകപ്പെടുത്തരുതേ. ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാം. ചിലപ്പോൾ കോപം കൊണ്ട് ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്തെന്ന് വരാം. അപ്പം അങ്ങനെയുള്ളൊരു സമയത്തിലേക്കാണ് ഇവർ കടന്നു പോകുന്നത്, കർക്കിടകക്കൂറുകാർ കടന്നു പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് നാളത്തെ ദിവസം അനുകൂലമായൊരു ദിവസമാണ്. അവരുടെ ജന്മഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു. അതുപോലെ തന്നെ അവരുടെ 5-ാം ഭാവാധിപൻ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നു. അവർക്ക് എന്തുകൊണ്ടും നല്ലൊരു ദിവസമാണ് നാളത്തെ ദിവസം. അവരുടെ 12-ാം ഭാവാധിപനായ ചന്ദ്രനാണ് അവർക്ക് ഭാഗ്യഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ചന്ദ്രൻ ഭാഗ്യഭാവത്തിൽ നിന്നാൽ ഭാഗ്യാനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം. കാരണം മറ്റുള്ള ഗ്രഹങ്ങൾ ബലം കൊടുക്കുന്ന പോലെ തന്നെ ഇപ്പോൾ സൂര്യൻ ജന്മരാശിയിൽ നിൽക്കുന്നു, അതൊരു ബലമാണ്. 5-ാം ഭാവാധിപൻ 10-ാം ഭാവത്തിൽ നിൽക്കുന്നു, അത് ബലമാണ്. ചന്ദ്രൻ ത്രികോണത്തിൽ നിൽക്കുന്നു, അതും ബലമാണ്. അപ്പോൾ നാളത്തെ ദിവസം ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് നേട്ടമാണ്. 7-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നതും ചെറിയൊരു പോരായ്മയാണ്. എങ്കിൽ പോലും അതിനെ ഭൂരിപക്ഷം വരുന്ന ഈ ഗ്രഹങ്ങളുടെ നേട്ടം കൊണ്ട് ആ ദോഷം ഇല്ലാതാകുമെന്നുള്ളതാണ് പറഞ്ഞു തരുവാനുള്ളത്.
അതായത് ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ 5-ാം ഭാവാധിപൻ ത്രികോണാധിപൻ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നു, അതൊരു വലിയ നേട്ടം തന്നെയാണ്. ജന്മഭാവത്തിൻ്റെ അധിപൻ ജന്മത്തിൽ നിൽക്കുന്നു, അതും നേട്ടം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങൾ, ചന്ദ്രൻ ത്രികോണത്തിൽ നിൽക്കുന്നു, അതും നേട്ടമാണ്. അപ്പോൾ 7-ൽ നിൽക്കുന്ന ശനി അത് നേട്ടമല്ല, ദോഷമാണെങ്കിൽ പോലും ആ ദോഷത്തെ മറ്റ് ഗ്രഹങ്ങളുടെ ശക്തി കൊണ്ട് ഇല്ലാതാകുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്തരമുക്കാൽ അത്തം ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് 12-ൽ നിൽക്കുന്ന സൂര്യൻ പരാജയങ്ങളെ കൊടുക്കും. മനസ്സുകൊണ്ട് ബുദ്ധി കൊണ്ട് ആലോചിക്കുന്ന പല കാര്യങ്ങളുമൊക്കെ പരാജയപ്പെടുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം. മാത്രമല്ല അവർക്ക് ചന്ദ്രൻ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്, വളരെ കഷ്ടം പിടിച്ചൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം. മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ, തലവേദന, തലവെട്ടൽ, ചിലപ്പോൾ വലിയ മാനസികവും ശാരീരികവുമായ വലിയ പ്രതിസന്ധി ഒക്കെ ഉണ്ടാകുവാൻ ഇടയുണ്ട്. ശരീരം വലിഞ്ഞു മുറുങ്ങുന്ന അവസ്ഥ, ചുട്ടുപൊള്ളുന്ന അവസ്ഥ, ശരീരത്തിൽ ചൂട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ നാളത്തെ ദിവസം ഈ നാളുകാർക്കുണ്ടാകാം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അവർക്ക് നാളത്തെ ദിവസം ഒട്ടും അനുകൂലമായൊരു ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞിരിക്കുക. നാളത്തെ ദിവസം അവർ പ്രാർത്ഥനയോടുകൂടി തന്നെ, അവരവരുടെ വിശ്വാസപ്രകാരമുള്ള പ്രാർത്ഥനയോടുകൂടി തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 2 പാദം ചോതി വിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം, ഈ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് 11-ാം ഭാവത്തിൽ, അവരുടെ 11-ാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് 11-ാം ഭാവത്തിൽ സൂര്യൻ നിന്നാൽ നല്ലതാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. 11-ൽ നിൽക്കുന്ന സൂര്യൻ അവർക്ക് പല വിധത്തിലുള്ള നേട്ടം കൊടുക്കും, എന്നാൽ ചിലരിൽ പുത്രദുഃഖത്തെ കൊടുക്കും എന്നും പറയുന്നുണ്ട്. പുത്രദുഃഖത്തെ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തുലാക്കൂറുകാരുടെ 5-ാം ഭാവത്തിലാണ്, തുലാക്കൂറുകാരെ സംബന്ധിച്ച് 5-ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ 11-ൽ നിൽക്കുന്ന സൂര്യൻ ഈ ശനിയെ വീക്ഷിക്കുന്നു. ഇവർ തമ്മിൽ ശത്രുക്കളായതുകൊണ്ട് പുത്രദുഃഖം ഉണ്ടാകും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി പുത്രദുഃഖത്തെ കൊടുക്കും, ഈ തുലാക്കൂറുകാർക്ക് കൊടുക്കും. മക്കൾ മുഖേനയുള്ള, ആൺമക്കൾ മുഖേനയുള്ള തിക്താനുഭവങ്ങൾ അവരെ തേടി വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. എങ്കിലും മറ്റു പല കാര്യങ്ങളിലും അവർക്ക് നേട്ടത്തെ കൊടുക്കും. നല്ല ആരോഗ്യസ്ഥിതിയെ ജാതകർക്ക് കൊടുക്കും. അവരുടെ ബുദ്ധിപരമായ പ്രവർത്തനങ്ങളിൽ വിജയം കൊടുക്കും. അവരുടെ ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വിജയം കൊടുക്കും. അങ്ങനെ നല്ല അനുഭവങ്ങളെ കൊടുത്താലും ഈ സൂര്യൻ 11-ൽ നിൽക്കുന്ന സൂര്യൻ ദൃഷ്ടി ചെയ്യുന്നത് 5-ൽ നിൽക്കുന്ന ശനിയായതുകൊണ്ട്, അതാണ് പുത്രഭാവമാണ് 5-ാം ഭാവം. അതുകൊണ്ടാണ് പുത്രദുഃഖം ഉണ്ടാകുമെന്ന് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേട്ടം തന്നെ വന്നു ചേരുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയിപ്പോൾ അവർക്ക് ഓഗസ്റ്റ് 26 കഴിഞ്ഞാൽ പിന്നെ അവരുടെ 2-ാം ഭാവാധിപൻ, കുടുംബഭാവത്തിൻ്റെയും ധനഭാവത്തിൻ്റെയൊക്കെ അധിപനായ ഗ്രഹം ഭാഗ്യഭാവത്തിലേക്ക് മാറുകയാണ്. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ അവരുടെ നിന്നും തൽക്കാലം മാറാൻ പോവുകയാണ്. തുലാക്കൂറുകാർക്ക് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ അഷ്ടമത്തിൽ ചൊവ്വ നിന്നിരുന്ന ആ സമയം മാറുന്നു. ഓഗസ്റ്റ് 26 മുതൽ പിന്നെ അവരുടെ ഭാഗ്യഭാവത്തിലേക്ക് ഈ ദാമ്പത്യ ജീവിത ഭാവത്തിൻ്റെ അധിപനായ ചൊവ്വ മാറുകയാണ്. അപ്പോൾ ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ മാറും. അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരാൻ പോവുകയാണ്. എങ്കിലും അവർക്ക് അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്നുണ്ട്. ആ വ്യാഴം സ്ഥിരമായിട്ട് അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് അതിൻ്റേതായ ഒരു പ്രതിസന്ധി അവരുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന സമയം കൂടിയാണ് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അപ്പോൾ നാളത്തെ ദിവസം പുത്രദുഃഖം ഒഴികെയുള്ള മറ്റുള്ള കാര്യങ്ങൾ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖകാല അനുജം കേട്ട നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സൂര്യൻ 10-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. തൊഴിൽ ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. തൊഴിലിൻ്റെ കാരഗ്രഹമായ സൂര്യൻ തൊഴിൽ ഭാവത്തിൽ നിൽക്കുന്നു. അനുകൂലമായൊരു ദിവസമാണ്. അപ്പോൾ നാളത്തെ ദിവസം വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ 6-ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ അനുകൂലമാണെങ്കിലും മാനസികമായുള്ള പല പ്രശ്നങ്ങളും അവർക്ക് നേരിടാൻ സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ അവർക്ക് ഈ 6-ൽ നിൽക്കുന്ന ചന്ദ്രൻ വ്യാഴവുമായിട്ട് ഒരു ബന്ധത്തിലാണ്, വ്യാഴത്തോട് അടുത്ത് നിൽക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും നാളത്തെ ദിവസം വൃശ്ചികക്കൂറുകാർക്കുണ്ടാകത്തില്ല. ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ബുദ്ധിപരമായിട്ടുള്ള പ്രവർത്തന വിജയം അവരെ സഹായിക്കുന്നൊരു ദിവസമാണ്. ബുദ്ധി കൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം. തൊഴിൽപരമായ ഇടങ്ങളിലുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. മേലധികാരികളിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ഭരണാധികാരികളിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. പക്ഷേ എങ്കിലും ഇവരുടെ ശാരീരികവും മാനസികവുമായ സ്ഥിതിക്ക് ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ട്. പക്ഷേ അത് കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ വന്നു ചേർന്ന് ദാമ്പത്യ ജീവിത വിജയമൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് അതൊക്കെ ഒരു പരിധിവരെ കണ്ടില്ല കേട്ടില്ല എന്നുള്ള രീതിയിൽ അങ്ങ് പോകും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം അവരെ സംബന്ധിച്ച് 9-ാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. 5-ൽ ചന്ദ്രൻ നിൽക്കുന്നു.
ത്രികോണത്തിലാണ്. ഒരു ഗ്രഹം രണ്ട് ഗ്രഹവും ത്രികോണത്തിലാണ് അവർക്ക് നിൽക്കുന്നത്. 5-ലെ ചന്ദ്രനും 9-ലെ സൂര്യനും 2 ഗ്രഹങ്ങളും ത്രികോണത്തിൽ നിൽക്കുന്നത് കൊണ്ട് നല്ല അനുഭവങ്ങൾ തന്നെ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖവും ധനപരമായ നേട്ടം, തൊഴിൽ ഗുണം, ഭാഗ്യാനുഭവങ്ങൾ, പിതാവ് മുഖേനയുള്ള നേട്ടങ്ങൾ. എന്നാൽ ചിലരൊക്കെ പിതാവുമായിട്ടുള്ള ശത്രുതയിൽ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതൊഴിച്ചാൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അനുകൂലമായ നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കുറാണ്. മകരക്കുറിൽപ്പെട്ട ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം തൊഴിൽ മേഖലകളിൽ നാളെ പോകുന്നവർ, തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നാളത്തെ ദിവസം ഇടപെടുന്നവർ, ഇപ്പോൾ ഒരു കട നടത്തിയാൽ പോലും കച്ചവടം നടത്തിയാൽ പോലും നാളത്തെ ദിവസം സൂക്ഷിക്കണം. കാരണം തൊഴിൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സൂര്യൻ ഇവർക്ക് അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. തൊഴിലിൻ്റെ കാര്യഗ്രഹമായ സൂര്യൻ അഷ്ടമത്തിൽ നിന്നാൽ തൊഴിൽ പ്രശ്നം ഉണ്ടാകും. നാളെ ആൾക്കാരോട് തട്ടിക്കയറണമെന്ന് തോന്നും, മുതലാളിയോട് ചൂടാകണമെന്ന് തോന്നും, 2 വാക്ക് പറയണമെന്ന് തോന്നും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മേലധികാരികളോട് കോപത്തിൽ സംസാരിക്കണമെന്ന് തോന്നും. എന്നെയാണോ പഠിപ്പിക്കാൻ വരുന്നത് എന്നൊക്കെയുള്ള ഒരു മനോഭാവം സൂര്യൻ കൊടുക്കും. ബുദ്ധി തലച്ചോറിനകത്തല്ലേ, സൂര്യൻ എന്ന് പറഞ്ഞാൽ തലമണ്ടയാണ്, ബുദ്ധിയാണ്, തലച്ചോറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആശയങ്ങളൊക്കെ മനസ്സിൽ കൊടുത്തിട്ട് തൊഴിൽ പ്രശ്നം ഉണ്ടാക്കുവാൻ ശ്രമിക്കും. അവിടെയാണ് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ അത് തൊഴിൽ മേഖലയിൽ തൊഴിലിനെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ തൊഴിലില്ലാത്ത ഒരു സ്ഥിതി, അല്ലെങ്കിൽ പിന്നെ പ്രശ്നത്തിലേക്ക് അങ്ങ് പോവുകയാണ്. അതുമായിട്ടുള്ള തുടർ പ്രശ്നങ്ങളൊക്കെ ആയി അങ്ങ് മാറും. അതിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്ന കാര്യം. എന്നാൽ 4-ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളൊക്കെ നാളത്തെ ദിവസം അവർക്ക് അനുകൂലമായി നിൽക്കും എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. മാതൃഗുണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊള്ളുക. പിതാവിനെ കൊണ്ട് നാളത്തെ ദിവസം അനുകൂലമായ അനുഭവങ്ങളൊന്നും വന്നു ചേരാൻ സാധ്യതയില്ല. എങ്കിലും ജ്യോതിഷം പറയുന്നു സൂര്യൻ്റെ സ്വക്ഷേത്രത്തിൽ തന്നെയാണ് അഷ്ടമത്തിൽ നിൽക്കുന്നതെങ്കിലും വലിയ ദോഷമൊന്നും ചെയ്യത്തില്ല എന്ന് പറയുന്നു. പക്ഷെങ്കിൽ ജനിച്ച സമയത്ത് ഈ സൂര്യൻ്റെ സ്ഥാനവും കൂടി ഒന്ന് നോക്കണം. ജനിച്ച സ്ഥാനത്ത് 12-ലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ നാളത്തെ ദിവസം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി തൊഴിൽ നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ കട അടച്ചു പൂട്ടാനോ ഒരു പ്രശ്നം ഉണ്ടാകുവാനോ കടയിൽ ആരെങ്കിലും മറ്റുള്ളവർ കയറി വന്ന് അവിടെ കിടന്ന് അടിപിടി ഉണ്ടാക്കുവാനോ ഒക്കെ ഉള്ള സാഹചര്യം ഉണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കുറാണ്. കുംഭക്കുറിൽപ്പെട്ട അവിട്ടം 2 പാദം ചതയം പുരട്ടാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസത്തെ അനുഭവം അവർക്ക് 7-ാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. 7-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ അവർക്ക് നേട്ടത്തെ ഒന്നും കൊടുക്കത്തില്ല. പാപഗ്രഹത്തിൻ്റെ സ്ഥാനമല്ല 7-ാം ഭാവം. അവിടെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാക്കും. ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹിക്കുവാൻ സാധ്യതയുണ്ട്. അവർക്ക് മാനസികവും ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ശത്രുത വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ സഹായ സഹകരണങ്ങളൊക്കെ വന്നു ചേർന്ന് ഇവർക്കൊരു ആശ്വാസവാക്ക് അവരുടെ ഭാഗത്തു നിന്നൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അവർക്ക് അനുകൂലമാണ്. എങ്കിൽ പോലും നാളത്തെ ദിവസം ശത്രുതയും ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളുമാണ് ഇവരെ അലട്ടുന്ന ഒരു വിഷയം. പിതാവുമായുള്ള ശത്രുതയ്ക്കുമൊക്കെ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇവർ എത്തിച്ചേരും എന്നുള്ളതാണ്. പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള ശത്രുത, അതായത് ഭാര്യാപിതാവോ ഭർത്തൃപിതാവോ ഒക്കെ ആയിട്ട് ശത്രുതയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധി കൂടി നാളത്തെ ദിവസം കുംഭക്കുറുകാർ കടന്നു പോകും എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പുരട്ടാതികാല ഉത്രട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് അവർക്ക് നാളത്തെ ദിവസവും രാജകീയമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ്. പിതാവ് മുഖേനുള്ള നേട്ടങ്ങൾ, ധനധാന്യ നേട്ടം, സമൃദ്ധി, ആരോഗ്യം, ബുദ്ധി, തൊഴിൽ മേഖലയിലുള്ള വിജയം, അങ്ങനെ മാതൃസുഖം, മാതാവ് മുഖേന ധനം വന്നു ചേരുക. അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങളുടെ ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം. രാജയോഗ്യ തുല്യമായ അനുഭവങ്ങൾ അവർക്ക് നാളത്തെ ദിവസം പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ്. ഇപ്പോൾ നാളത്തെ ദിവസമാണ് 3-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് നേട്ടം വന്നു ചേരുന്ന ദിവസമാണ് നാളത്തെ ദിവസം. കാരണം 3-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് നല്ലതല്ല. പക്ഷെങ്കിൽ ഈ വ്യാഴത്തിൻ്റെയും ഈ മീനൻ രാശിയുടെയും മധ്യത്തിൽ ചന്ദ്രൻ വന്ന് നിൽക്കുന്നു. അതായത് അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് ഒരു വ്യക്തിയുടെ സഹായം വേണം, പക്ഷെങ്കിൽ ആ വ്യക്തി നമ്മളെ നേരിട്ട് സഹായിക്കാൻ തയ്യാറല്ല. നമ്മളൊരു മധ്യസ്ഥനെ വെക്കുന്നു. ആ മധ്യസ്ഥൻ മുഖേനയാണ് നമുക്ക് സഹായം വന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് മീനക്കുറുകാർക്ക് 3-ൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ഗുണം 2-ൽ നിൽക്കുന്ന ചന്ദ്രനാണ് കൊടുക്കുന്നത്. ചന്ദ്രൻ മധ്യത്തിൽ നിന്നുകൊണ്ട് ഇവർക്ക് ഈ വ്യാഴത്താലുള്ള നേട്ടത്തെ കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരു ദിവസമാണ് നാളത്തെ ദിവസം. അതുകൊണ്ട് രാജകീയമായ അനുഭവങ്ങൾ ഇവർക്ക് മീനക്കുറുകാർക്കും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. അപ്പോൾ ഇപ്രകാരമുള്ള അനുഭവങ്ങളിൽ കൂടി മീനക്കുറുകാർ കടന്നു പോകുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം നമ്മുടെ കേരളത്തിൻ്റെ പൊതുവായ സ്ഥിതി, അവിടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുവാൻ, ആപത്തനർത്ഥങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കാരണം ശനി സൂര്യൻ്റെ ദൃഷ്ടി, അതുപോലെ തന്നെ ശനി ചന്ദ്രനെ ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ദൃഷ്ടി കൊണ്ട് അവിടെ ഇവിടെയും വാഹനാപകടങ്ങളോ ഏതെങ്കിലും വിധത്തിലുള്ള ആപത്തനർത്ഥങ്ങളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക.
അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മഹാദേവൻ്റെ അനുഗ്രഹം പ്രിയപ്പെട്ടവരിൽ എന്നും ഉണ്ടാകട്ടെ. ഈ വീഡിയോ കേൾക്കുന്ന ജ്യോതിഷപരമായി ഈ അറിവ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകട്ടെ, നന്മ ഉണ്ടാകട്ടെ, മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കട്ടെ. രോഗദുഃഖ ദുരിത പ്രയാസങ്ങളിൽ നിന്ന് എല്ലാവരും കരകയറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.